ജീസസ് ഫ്രറ്റേണിറ്റി സ്റ്റേറ്റ് ഡയറക്ടറായി POC ജോലി ചെയ്യുമ്പോഴാണ് സൂസേപ്പാക്യം പിതാവിനെ ഞാൻ കണ്ടുമുട്ടുന്നത്. കുറ്റവാളികളുടെ കൂടെ ജയിലിൽ കൂടെ പോകുന്ന ഈ അച്ഛനെ പിടിച്ചോണ്ട് പോകുകയാണെങ്കിൽ കടൽ തീരത്തെ മദ്യപാനികളും കള്ളുകുടിയന്മാരുടെയും കുടി നീക്കുന്ന പാവം പിതാവ് ഓർത്തുപോയി. 3 കൊല്ലം ശരിക്കും കഠിനാധ്വാനം തന്നെ ചെയ്തു എന്ന് പറയാം. ഓരോ മീൻ പിടിക്കുന്ന മക്കളുടെയും വീട്ടിൽ കയറി ചെന്ന് അവർ തനിയാകുമ്പോൾ അവരുടെ കാലയിൽ എൻ്റെ കുറ്റിക്കിളച്ചൻ പഠിപ്പിച്ച മോഡലിൽ കെട്ടി അവിടെ മുട്ടുകുത്തി ചുംബിച്ച് അവനൊരു ചാട്ടം വെച്ച് കൊടുക്കുമ്പോൾ നേരെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റും. അങ്ങനെ 10-100 എണ്ണത്തിന് ഓരോ ആഴ്ചയിലും പിടിച്ചുകൊണ്ട് വന്ന് ധ്യാനിപ്പിക്കും. പിതാവ് ഒരിക്കലും മുടങ്ങുകയില്ല. എല്ലാ മാസവും പിതാവും വരും. സന്തോഷമായി അലക്സാണ്ടർ അച്ഛൻ അങ്ങോട്ട് ശരിക്ക് പ്രവർത്തനം തുടങ്ങി. ഇനി ചെറ്റക്കുടിലുകളില്ല. തിരുവനന്തപുരം, വിഴിഞ്ഞത്ത്, പൂന്തുറ, ചെറിയതുറ, ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ഈ മനുഷ്യരുടെ മുഴുവൻ ചെറ്റക്കുടിൽ മാറും. കീറത്തുണി വേണ്ട, നാട് മുഴുവനും വാർക്ക വീടുകളാകുമെന്നൊക്കെ പാവം പിതാവും ചിന്തിച്ച് ഞാനും ചിന്തിച്ചു. പക്ഷേ അവരെന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അച്ഛൻ എവിടുന്നാണ് വരുന്നേ? ഞങ്ങൾ കടലെത്തി പോകുന്ന മക്കളാ, കുടിയിൽ നിന്നുള്ള മോചനം അത്ര ഈസി അല്ല അച്ചോ എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുട്ടത്തറ ഷാപ്പിൽ ആ കള്ള് ഷാപ്പുകാരൻ മുട്ട ഫ്രീ കൊടുക്കുക. 3 രൂപയൊന്ന് മുട്ടയ്ക്ക് വിലയുള്ളൂ. ഈ പിടിച്ചു വെച്ച സകല കള്ളുകുടിയന്മാർ ഞാൻ നോക്കിയപ്പം ഷാപ്പിൽ ഞാൻ സങ്കടത്തോടെ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പിതാവേ ഞാൻ മടുത്തു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്തിനാ പിതാവ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ അന്യനാട്ടിൽ കിടക്കുന്ന ഞാൻ വന്ന് പിതാവിൻ്റെ ഈ രൂപതയിൽ വന്ന് കിടന്ന് ഈ കടൽ തീരത്ത് കിടക്കുന്ന ഇവരെ കൊണ്ടുപോയി ഫ്രീ ധ്യാനം, അവിടെ 3 രൂപയുടെ മുട്ട ഫ്രീ. പിതാവ് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കി കേട്ടോ. ഫാദർ, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് നോട്ട് ടു ബി സക്സസ്ഫുൾ ബട്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. ഓ കൊള്ളാം അച്ഛാ, വിജയിക്കുന്നില്ലല്ലോ അച്ഛാ, പിന്നെ വിശ്വസ്തതയിലാണ് കാര്യമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, പിതാവേ ഞാൻ മനുഷ്യനാണ്, അതുകൊണ്ടേ മാനുഷിക രീതിയിൽ എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ധ്യാനം അവസാനിപ്പിച്ചു. അപ്പോഴാണ് ആ കഴക്കൂട്ടത്തൊരു പട്ടിയും തെരുവിലൊരു പ്രാന്തനും കൂടെ ഒന്നിച്ച് നിന്ന് തീറ്റ തിന്നുന്ന രംഗം കണ്ട് ഞാൻ അതിനെ പിടിച്ചു കുളിപ്പിച്ചു. എവിടെ കിടത്തും പിതാവേ? ധ്യാനം നിർത്തി. സെമിനാരി പഴയത്, ഞാനിവരെ കിടത്തിക്കോട്ടെ. പിതാവ് അറിഞ്ഞോ അറിയാതെ അനുവാദം തന്നു. അവിടെ 17 കൊല്ലം 10-60 മാനസിക രോഗികൾക്ക് ഇടം കൊടുത്ത് അങ്ങനെയാണ് മൺവിളയിലുള്ള സാധന മാനസിക രോഗികളുടെ സെൻറ്ററായി രൂപാന്തരപ്പെട്ടത്. ആ മാനസിക രോഗികളുടെ കൂടെ ജീവിച്ച കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഒരു ലോകം തുറന്നു കിട്ടുന്നത് പോലെയാണ്. മഴ പെയ്യുമ്പോൾ മരച്ചുവട്ടിലേക്ക് പോലും മാറി നിൽക്കാൻ മാനസിക ശേഷിയില്ലാത്ത, നഗ്നത അറിയില്ലാത്ത, വിശപ്പറിയില്ലാത്ത, എന്തിനെന്നറിയാതെ മാറാപ്പുതോളിൽ കെട്ടിച്ചമക്കുന്ന, ചിരിക്കേണ്ടപ്പോൾ ചിരിക്കാനോ കരയേണ്ടപ്പോൾ കരയാനോ തലച്ചോറില്ലാത്ത. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് ഓരോ മാനസിക രോഗിയെ റോട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ കിട്ടിയ അനുഭവമാണ്. എൻ്റെ ഷാനവാസിൻ്റെ ഉമ്മ ദോശ കൊണ്ടുവരും. അതെന്തിനാ? ഒരു കല്ലേൽ ആ അമ്മയും കുഞ്ഞും മോൻ 45 വയസ്സുള്ള മാനസിക രോഗിയും കൂടെ ഇരിക്കുമ്പോൾ ദോശയും ചമ്മന്തിയും ഒരുമിച്ച് കുഴച്ച് അമ്മ കുഞ്ഞിക്കിളിക്ക് വാരിക്കൊടുക്കുന്നത് പോലെ, കൊത്തിക്കൊടുക്കുന്നത് പോലെ അമ്മ ഈ ഷാനവാസിന് വാരിക്കൊടുക്കുന്ന രംഗം കണ്ട് ഞാൻ മാറി നിന്ന് നോക്കി നിന്നിട്ടുണ്ട്. ഒരു ദിവസം അവൻ്റെ ചേച്ചി ഷാഹിദ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ അണ്ണനോട് പറയണം ഉമ്മ ബാത്റൂമിൽ തലയടിച്ചും വീണ് ചോരയിൽ മരിച്ചു കിടക്കുന്നത്. എന്ത് പറയും? 3 ദിവസം എടുത്ത് ഷാനവാസിനോട് എനിക്കത് പറയാൻ. ആദ്യം വീണു എന്ന് പറഞ്ഞു, പിന്നെ ബോധം പോയി എന്ന് പറഞ്ഞു, മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുക, ചിരിക്കേണ്ടപ്പോൾ ചിരിക്കാനോ കരയേണ്ടപ്പോൾ കരയാനോ തലച്ചോറില്ലാത്ത ഈ പറഞ്ഞ ഓരോ വാക്കുകൾ ഓരോ മാനസിക രോഗിയെ റോട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ ഉള്ള അനുഭവം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, തെരുവിലെ പട്ടി ചത്താൽ, കാട്ടിലെ കാട്ടുകുരങ്ങ് ചത്താൽ, കാട്ടുപന്നി ചത്താൽ അതിൻ്റെ ചങ്കും കരളും എടുത്തുകൊണ്ട് പോകും. മരണകാരണം ഹാർട്ട് അറ്റാക്കാണെന്നറിയാൻ വേണ്ടി ഫോറൻസിക് വിഭാഗക്കാർക്ക് പ്രത്യേകം പരിശോധിച്ച് നോക്കും. ഇവിടെ മൃഗസ്നേഹിയുണ്ട്, പട്ടി സ്നേഹിയുണ്ട്, പക്ഷേ മനുഷ്യസ്നേഹി ഇല്ലാതായി. മനുഷ്യസ്നേഹി ഉണ്ടാവണമെങ്കിൽ കുരിശിൽ മരിച്ചവന് വിലയുണ്ടാവണം. കുരിശിൽ മരിച്ചവന് വിലയുണ്ടാകുമ്പോഴേ തെരുവിലെ ഈ പാവപ്പെട്ട മാനസിക രോഗികൾക്കും വിലയുണ്ടാകുള്ളൂ. ആ വിലയുണ്ടാകുമ്പം ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കും. അതാണ് നസ്രായൻ സ്നേഹിച്ച സ്നേഹവും നസ്രായൻ ക്ഷമിച്ച ക്ഷമയും ചങ്കിൽ ഏറ്റിക്കൊണ്ട് പുതിയ പുതിയ മേഖലകളിലേക്ക് സഭ, തിരുസഭ
ഇറങ്ങിയിരിക്കുന്നു. നല്ലൊരു കാലം, ഒരു പുതിയ യുഗം ഉണ്ടാവട്ടെ.